ഈ ശോഭ ചേച്ചിയുടെ കാര്യത്തിലേ യേശുക്രിസ്തു പറഞ്ഞ പോലെ പാപം ചെയ്യാത്തവരാണല്ലോ കല്ലെറിയുന്നതെന്ന് കാണുമ്പോഴത്തേക്ക് ഒരാശ്വാസമുണ്ട്. അയ്യോ എന്ത് നല്ല രാഷ്ട്രീയ പാർട്ടിക്കാരാണ് ഇവിടെ ഉള്ളത്. ഓ എൻ്റെ പൊന്നെ, മദ്യം ഒഴുക്കിയിട്ടില്ല, കാശ് മറിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. എന്തോരം പുണ്യാളന്മാരെ ഇവിടെ. എൻ്റെ പൊന്നോ, ഇത്രയും നന്മയുള്ള രാഷ്ട്രീയ പാർട്ടിക്കാർ ഇവിടെ ഉണ്ടെന്ന് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് കേട്ടോ. ഈ ഇറങ്ങിയ വീഡിയോ എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ മറ്റൊരു കാര്യം ആലോചിച്ചതേ. ഇപ്പം മറ്റേ നിശബ്ദ പ്രചരണമാണല്ലോ. ശോഭ ചേച്ചിക്ക് എന്തായാലും അടിച്ച കോളായിപ്പോയി. ഇപ്പം മാധ്യമങ്ങൾ മൊത്തം ശോഭ ചേച്ചിയുടെ പരസ്യം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. ശോഭാ സുരേന്ദ്രൻ BJP താമര NDA, ആഹാ ഫ്രീ പരസ്യം അടിപൊളി. ഇനി അത് വല്ല ആണോ ഉദ്ദേശിച്ചത് എനിക്കറിയത്തില്ല കേട്ടോ. എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ഒരു ചൂണ്ട ഇട്ടതാണോ, ഇനി ചൂണ്ട ഇട്ടു, ഉമ്മാരെല്ലാം കൂടെ കയറി കൊത്തി വലിച്ചു കരക്കിട്ടു. ഇതാണോ സംഭവിച്ച സംശയമുണ്ട്. ഇന്നാളൊരു പണ്ടൊരു ഇലക്ഷൻ നിങ്ങൾ ഓർക്കുന്നുണ്ടോ അറിയത്തില്ല, നരേന്ദ്രമോദി ഇതുപോലെ ഒരു പരിപാടി കാണിച്ചത്. നരേന്ദ്രമോദി ഒരു ഗുഹയ്ക്കകത്തോട്ട് പോയിട്ട് ചുമ്മാ ഇങ്ങനെ തപസ് ചെയ്യുന്ന പോലെ ഇങ്ങനെ പോയി കുത്തിയിരുന്നു. മാധ്യമങ്ങളെല്ലാം രാവിലെ ഫ്രണ്ട് പേജിൽ ഇങ്ങനെ ഫോട്ടോ വന്നു. പിന്നെ മാധ്യമങ്ങളെല്ലാം ഇതിനെക്കുറിച്ച് ഓരോന്ന് പറയുന്നു. പിന്നെ കുറേ ട്രോളന്മാരെല്ലാം കൂടെ എടുത്ത് വെച്ചിട്ട് ട്രോൾ ചെയ്യുന്നു. ഭയങ്കര പരിപാടി. അന്നത്തെ ദിവസം മൊത്തം നരേന്ദ്രമോദി ഇതിനകത്ത് ഈ ഗുഹയിൽ ഇരുന്നതിനെക്കുറിച്ചായിരുന്നു ചർച്ച മൊത്തം. നൈസ് പ്ലേ. അല്ലെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കി എൻ്റെ പൊന്നു സഹോദരന്മാരെ, ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്താ മനസ്സിലായത്? ഇത് കണ്ടിട്ട് ശരിക്കും എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ നിങ്ങൾക്ക്? എനിക്കൊരു മാങ്ങായം മനസ്സിലായിട്ടുള്ള കാര്യം പറയാമല്ലോ. ആദ്യം ദേ വരുന്നു ഒരു ചേച്ചി. ആ ചേച്ചി വരുന്നു, നൈസായിട്ട് കൊണ്ടിട്ട് ഇങ്ങനെ പൈസ കൊടുക്കുന്നു, ഒറ്റ ഓട്ടം. ഓടിപ്പോകുമ്പം ഒരു കുറേ ശോഭ ചേച്ചിയുടെ വണ്ടിയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുന്നു. എന്നാൽ ഈ പുറകെ വീഡിയോ പിടിച്ചുകൊണ്ട് വരുന്നവൻ എന്നാൽ ഓടി പിടിക്കാൻ മേലെ. സാധാരണഗതി നമ്മളൊക്കെ അങ്ങനെയാണല്ലോ, ഇങ്ങനെ ഒരു കള്ളത്തരം പിടിച്ചെങ്കിൽ ഓടിച്ചെന്ന് ചേച്ചി അവിടെ നിൽക്കി പറഞ്ഞാൽ പുറകെ ഓടുമല്ലേ. പുറകെ ഓടിയിട്ട് മുഖം കൂടെ കാണത്തക്ക രീതി വീഡിയോ എടുക്കത്തില്ലേ. ഇത് അതൊന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ തന്നെ പിടിച്ചോണ്ട് നിൽക്കുക. എൻ്റെ അതിലൊക്കെ അങ്ങോട്ട് പോയി. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് വേറൊരു ചേച്ചി. ഇനി ആദ്യം കണ്ട ചേച്ചി ഉണ്ടല്ലോ, അത് അവിടുത്തെ ലൈറ്റിൻ്റെ കുഴപ്പമാണോ എന്താണെന്ന് അറിയത്തില്ല, ഇച്ചിരി ഇരുണ്ട നിറത്തിലുള്ളൊരു ചേച്ചിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് നടന്നു പോകുമ്പോഴും അങ്ങനെ തന്നെയാണ് തോന്നിയത്. അതിന് ശേഷം വീണ്ടും രണ്ടാമത് വന്ന ചേച്ചി, അതാരുടെ? ആ ചേച്ചി ആരാ? ആ ചേച്ചി വന്ന് പൈസ കൊടുത്തിട്ട് അത് പോകുന്നു. അതിങ്ങനെ തിരിഞ്ഞു പോകുമ്പോൾ ഇത്ര ഭാഗം മാത്രം കാണുന്നു. ഈ വീഡിയോ പിടിച്ചവൻ എന്നാൽ ഫേസ് കറക്റ്റായിട്ട് കിട്ടുന്ന രീതി ചെയ്യാൻ മേലേ. ഇതെല്ലാം കട്ട് ചെയ്തില്ലേ വിട്ടിരിക്കുന്നത്, അല്ലാതെ ഒറ്റ ഷോട്ടൊന്നും അല്ലല്ലോ. പിന്നെ അതിനുശേഷം ആ സൈഡിൽ നിന്ന് ചേട്ടൻ്റെ വേറെ പത്രസമ്മേളനത്തിനും പോയി നിൽക്കുന്നത്. എന്തോന്നറിയതേ, ഒരു മാങ്ങായി മനസ്സിലാകുന്നില്ലല്ലോ. പിന്നെ ഒരു സീൻ എന്ന് പറഞ്ഞാൽ ശോഭ ചേച്ചിയുടെ വാഹനത്തിൻ്റെ പിന്നാലെ ഒരു മറ്റൊരു വാഹനമായിട്ട് ഇങ്ങനെ പോകുന്നു. അതിനുശേഷം സൈഡിൽ കൊണ്ട് നിർത്തുന്നു. അതിനുശേഷം ശോഭ ചേച്ചിനെ ചൊടിപ്പിക്കുന്നു. ശോഭ ചേച്ചി ഇറങ്ങി വരുമ്പോഴത്തേക്ക് ആണ്ട്ര ശോഭ ചേച്ചിയുടെ വണ്ടിയുടെ പുറകിൽ ഒരു മറ്റേ മുല്ലപ്പൂ വെച്ച മറ്റൊരു ചേച്ചി ഇരിക്കുന്നു. അതാരുടെ അത്? ഇതൊന്നും മനസ്സിലാകുന്നില്ല. ഇന്നിപ്പോൾ ഇവർ തന്നെ നടത്തിയ എന്തെങ്കിലും കളിയാണോ? കമ്പൂഷൻ ആക്കാൻ വേണ്ടി എന്തെങ്കിലും നടത്തിയ കളി വല്ലതാണോ? 2-3 ചേച്ചിയുണ്ടോ? ഇത് 2 കോയയോ എന്ന് ചോദിച്ച പോലെ 3-4 ചേച്ചിമാരുണ്ടോ വെള്ളച്ചുരിദാറിട്ട ചേച്ചിമാർ? ശരിക്കും പറഞ്ഞാൽ ഈ സീനെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേ എനിക്ക് ഓർമ്മ വന്നത് ഈ മംഗലം വീട്ടിൽ മാനശേശ്വരി ഗുപ്ത എന്ന് പറഞ്ഞ സിനിമയുണ്ട്. അതിനകത്ത് ഇന്ദ്രൻ സോഡി വന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട്. ഇതാ എനിക്ക് ഓർമ്മ വന്നത്. സാറേ പ്രശ്നമായി സാറേ. ചേച്ചിയെ കണ്ടതും ചത്തോയ മുത്തച്ഛൻ എഴുന്നേറ്റ് ഒന്ന് കെട്ടിപ്പിടിക്കാൻ വന്ന വേറൊരു മുത്തച്ഛൻ ചത്തും പോയി. പുതപ്പിച്ച് ശ്മശാനത്തിലേക്ക് എടുക്കാൻ വെച്ച മുത്തച്ഛന്റെ 4 വാരിയല്ലേ ചേച്ചി അമർന്ന് വീണപ്പം പൊട്ടിപ്പോയി. ആ മുത്തച്ഛൻ നിലവിളിച്ചപ്പോ വേറൊരു മുത്തച്ഛൻ മോളെ വിളിച്ചതും ചേച്ചി ഡീം. ആ വീട്ടിലെന്തോ പ്രേതബാധയുണ്ട് സാറേ. ഞാൻ എന്റെ ജീവിതത്തിൽ ഇതേവരെ ഇത്രയും പ്രേതം ഒരുമിച്ച് കണ്ടിട്ടില്ല. ഈ സീൻ ഓർമ്മ വന്നത്. പിന്നെ തുടക്കത്തിൽ പറഞ്ഞ പോലെ പല പാർട്ടിക്കാരും മദ്യപ്പുഴ ഒഴുക്കുന്നു, പൈസ കൊടുക്കുന്നു. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമൊക്കെ തന്നെയാണ്. പക്ഷേ എന്തായാലും അതൊക്കെ തെറ്റാണ്, അതൊന്നും ചെയ്യാൻ പാടില്ല. പക്ഷേ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പലരും ഒക്കെ ചെയ്യുന്ന പരിപാടിയാണ്. ഈ പ്രതികരിക്കുന്ന ആൾക്കാരൊക്കെ ഇത് ഇതിൻ്റെ പോലെ ഇലക്ഷൻ ആദ്യമായിട്ട് സംഭവിച്ച പോലെ അങ്ങോട്ട് ഭയങ്കര ബഹളം. അയ്യോ ഇങ്ങനെ ഒരു പരിപാടി ആരും കണ്ടിട്ടും ഇല്ല കേട്ടിട്ടും ഇല്ല. എന്തൊരു പുണ്യാളന്മാരാണോ. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ശോഭ ചേച്ചി അവിടെ വിജയിക്കുന്നുള്ള കാര്യം 100% ഉറപ്പായി. ഇപ്പം ഫ്രീ ആയിട്ട് കുറേ പരസ്യങ്ങളും കിട്ടി. എന്നാൽ പിന്നെ കുത്താത്ത ആൾക്കാരും കൂടെ വിചാരിച്ചാണ് ഇവന്മാർ ഇങ്ങനത്തെ കളിയാണോ, എന്നാൽ പിന്നെ ഒന്ന് കുത്തിയാക്കാന്ന് അങ്ങനെയും വിചാരിക്കും. വെളുക്കാൻ തെച്ചത് പാണ്ടായെന്ന് പറഞ്ഞ അവസ്ഥയായി. BJP ഒരു കാരണവശാലും കേരളത്തിൽ ഭരണത്തിൽ വരത്തില്ലെന്ന് സ്വപ്നം കാണുന്ന ആൾക്കാരുണ്ടല്ലോ, അതൊക്കെ വെറും മലർപ്പൊടിക്കാരുടെ സ്വപ്നം മാത്രമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നോക്കി, BJPക്ക് ശരിക്കും പറഞ്ഞാൽ സ്ഥാനാർത്ഥികൾ പോലും ഇല്ലായിരുന്നു പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ. നിൽക്കുവാണെങ്കിൽ തന്നെ താമര ചിഹ്നത്തിലൊന്നും അല്ല നിൽക്കുന്നത്, അല്ലെ ഉദയസൂര്യനിലൊക്കെ ആയിരുന്നു നിൽക്കുന്നത്. ആ പാർട്ടിയാണ് വളർന്ന് എല്ലാ സീറ്റിലും സ്ഥാനാർത്ഥികൾ. പോരാത്തതിന് വോട്ടിംഗ് ശതമാനം കൂടുന്നു, തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് സകല പാർട്ടിക്കാരും ഒന്നിച്ച് നിൽക്കുന്നു. എന്തൊക്കെ പരിപാടി ഇവിടെ നടത്തുന്നത്. അപ്പോൾ പേടി തുടങ്ങിയിട്ടുണ്ട്. ഉറപ്പായിട്ടും BJP വരും എന്നുള്ള കാര്യം അവർക്ക് പേടിയായി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു വെപ്രാളായി കാണിക്കുന്നത് മൊത്തമായി. പക്ഷേ ഈ സാധനമൊക്കെ ഉർവശി ശാപ ഉപകാരമായിട്ടേ വരത്തുള്ളൂ.